അപ്പോൾ നമ്മൾ കസ്റ്റമർ ടു ഹൂം യു ആർ ഗോയിങ് ടു സെൽ. 4 ടൈപ്പ് കസ്റ്റമേഴ്സ്. ഒന്നാമത്തെ ചീപ്പ് കസ്റ്റമർ, രണ്ടാമത്തെ ഡിഫിക്കൽട്ട് കസ്റ്റമേഴ്സ്, മൂന്നാമത്തെ എഡ്യൂക്കേറ്റഡ് കസ്റ്റമർ, നാലാമത്തെ നമ്മൾ പഠിക്കാൻ പോകുന്നു പ്രീമിയർ കസ്റ്റമേഴ്സ്. ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോഫിറ്റ് കൊണ്ടുവരുന്ന ഒരു ടീമാണ്, ഒരു ഗ്രൂപ്പാണ്, ഒരു സെറ്റ് ഓഫ് പീപ്പിളാണ് പ്രീമിയർ കസ്റ്റമേഴ്സ്. ഈ പ്രീമിയത്തിൻ്റെ ഒരു ഗുണം എന്താണെന്നറിയോ? നമ്മളെ പ്രൊഡക്റ്റോ സർവീസോ പ്രീമിയം ലെവലിൽ നമ്മൾക്ക് പ്രീമിയം ആളുകൾക്ക് നമുക്ക് കൊടുക്കും. അതിനാദ്യം വേണ്ടത് നമ്മൾ പ്രീമിയർ ആവണം. അത് വിൽക്കുന്നവരും പ്രീമിയർ ഉള്ള ആളായിരിക്കും. എല്ലാവർക്കും പ്രീമിയർ നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അവരൊരിക്കലും വിലനെക്കുറിച്ച് ബാർഗേജ്, അവർക്ക് ആവശ്യം അവരുടെ പ്രൊഡക്റ്റ് നല്ല വൃത്തിയായി കൃത്യമായിട്ട് അവർക്ക് സമയം കുറച്ച് നല്ല രീതിയിൽ അവർക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രീമിയർ കസ്റ്റമേഴ്സിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. പ്രോഫിറ്റ് അവിടെയാണ് കിടക്കുന്നത്. അവരെ നിങ്ങൾ കണ്ടെത്തണം. അവരെ ഡീൽ ചെയ്യാൻ അതിന് എക്സ്പേർട്ടായ നല്ല സാലറി കൊടുത്തിട്ടുള്ള നല്ല സെയിൽസ്മാൻമാരെ നിങ്ങൾ കൊണ്ടുവരണം. അവരെ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? അപ്പോൾ ചീപ്പ് കസ്റ്റമറും ഡിഫിക്കൽട്ട് കസ്റ്റമറും മാറ്റി നിർത്തുക. അവർ ഒഴിവാക്കണം എന്നല്ല, അവർക്ക് ഫുൾ കോൺസെൻട്രേഷൻ നിങ്ങൾ കൊടുത്ത് നിങ്ങളുടെ ടൈമും എനർജിയും അവിടെ പോകരുത്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എഡ്യൂക്കേറ്റഡ് കസ്റ്റമറെയും പ്രീമിയർ കസ്റ്റമറെയും. അവരിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുക്കണം, അവരിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യണം, അവരിലേക്ക് നിങ്ങളുടെ എനർജി കൊണ്ടുപോകണം. അവരെ സെയിൽ ചെയ്യാൻ പ്രീമിയം ലെവലിലുള്ള നല്ല സാലറി കൊടുത്തിട്ടുള്ള സെയിൽസ്മാൻമാരെ കൊണ്ടുവരണം. അവിടെയാണ് നിങ്ങളുടെ പ്രോഫിറ്റ് കിടക്കുന്നത്. എവിടെ? എഡ്യൂക്കേറ്റഡ് കസ്റ്റമറായിട്ടും അതേപോലെ തന്നെ പ്രീമിയർ കസ്റ്റമേഴ്സ്. പ്രോഫിറ്റ് ഈസ് ദർ, എക്സ്ട്രാ പ്രോഫിറ്റ് ഈസ് ദർ. ശരിയല്ലേ? റെഡിയല്ലേ? താങ്ക് യു.